ജൂൺ 24-ലാണ് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ഈ ഫറൂഖ് കോളേജിനടുത്തുള്ള അച്ചംകുളത്തിൽ കുളിച്ചിരുന്നു. ഇവിടെ നിന്നാണ് അമീബ ശരീരത്തിൽ മസ്തിഷ്കത്തിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം. ഏതായാലും അതിന് തൊട്ട് പിന്നാലെ തന്നെ കുളം ക്ലോറിനേറ്റ് ചെയ്തിരുന്നു. ഇവിടേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ ഒഴുക്ക് കുറഞ്ഞ സമയത്താണ് കുട്ടി കുളത്തിലിറങ്ങി കുളിച്ചിരുന്നത്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടതിന് പിന്നാലെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പിന്നീടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. എന്തായാലും കുളത്തിൽ ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. പക്ഷേ പായലിങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ കാണാം. സാധാരണയായി ഒഴുക്ക് കുറഞ്ഞ സമയങ്ങളിൽ നാട്ടുകാർ പൊതുവേ കുളത്തിലേക്ക് ഇറങ്ങാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ചെറുപ്പം മുതലേ കുളിക്കുന്നൊരു കുളമായിരിക്കും അല്ലേ? ഞാനൊരു 1979 മുതൽ എല്ലാ വർഷവും ഇവിടെ വന്ന് കുളിക്കും. ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. എൻ്റെ മോനൊക്കെ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശങ്കയുണ്ടോ, പേടിയുണ്ടോ? പേടിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒഴുക്കുള്ളപ്പോൾ കുളിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. കുറവ് നിന്നാൽ ഒഴുക്കുണ്ടാവില്ല. ഒഴുക്കില്ലാതെ വന്നു കഴിഞ്ഞിട്ടും കുട്ടികൾ വന്ന് കുളിക്കും. അങ്ങനെ കുളിച്ചിട്ടായിരിക്കണം ഇത് സംഭവിച്ചെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. 2 മാസത്തിനിടെ സംഭവിക്കുന്ന 3ാമത്തെ മരണമാണ് ഇതെന്നതൊക്കെ ഏറെ സങ്കടകരമായ കാര്യമാണ്. ആദ്യം മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ്. മുന്നീർ പുഴയിൽ കുട്ടി കുളിച്ചിരുന്നു. ഒഴുക്ക് കുറഞ്ഞ ഭാഗമായിരുന്നു. പിന്നാലെ കണ്ണൂർ സ്വദേശിയായ കുട്ടി വിനോദസഞ്ചാരത്തിന് പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. അങ്ങനെ 2 കുട്ടികൾ ആണ് ഇതിനു മുൻപ് മരണപ്പെട്ടത്. ഇപ്പോൾ 7ാം ക്ലാസ്സുകാരൻ കൂടി മരിച്ചിരിക്കുകയാണ്. മുങ്ങിക്കുളിക്കുക, ചാടിക്കുളിക്കുന്നതൊക്കെ സമയത്ത് മൂക്കിലൂടെ അമീബ ശരീരത്തിൽ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ അസുഖം വരാൻ കാരണം. വളരെ റെയറായി മാത്രമാണ് ആളുകളിൽ അസുഖം വരിക. പക്ഷേ ബാധിച്ചു കഴിഞ്ഞാൽ മരണ സാധ്യത 95% മുകളിലാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ കെ ബി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.